കാണാൻ പോവാം. ഓക്കെ. അപ്പം ഞങ്ങളിന്ന് സ്റ്റെനാലൈൻ്റെ ഫെറിയിൽ നേരെ ബെൽഫാസ്റ്റിലോട്ട് പോവാണ്. ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗെയിം ഓഫ് ത്രോൺസ് ലൊക്കേഷൻസ് വരുന്ന സ്ഥലമാണ്. ഞങ്ങളിവിടുന്ന് ലിവർപൂളിൽ നിന്ന് ഫെറി എടുത്തേക്കാണ്. അത് നമുക്ക് കാറുള്ളവർക്ക് വിത്ത് കാറ് പോവാം. ഞങ്ങൾ ഫുഡ് പാസഞ്ചറാണ്, ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഞങ്ങൾ 3 പേർക്ക് ടിക്കറ്റ് എടുത്ത്, ജസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ സ്റ്റെനാലൈൻ്റെ സൈറ്റിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ഇവിടെ വരുന്നു, ജസ്റ്റ് ചെക്ക് ഇൻ ബോർഡിങ്ങിനാണ്. നേരെ വന്ന് നമ്മുടെ സർനെയിമും പേരും പറയുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബസ് വെയിറ്റിംഗ് ഉണ്ട്. ആ ബസ്സിനകത്ത് കയറിയിരിക്കുക, നേരെ സ്റ്റെനാലൈനിലേക്ക് പോകുന്നു, ഫെറിയിലോട്ട് പോകുന്നു. ഭയങ്കര ഈസി പ്രൊസീജിയറാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഈ സ്റ്റെനാലൈൻ്റെ ബോർഡിങ് ടിക്കറ്റ് ഇത്രയുള്ള സംഭവം, വേറെ ഒന്നുമില്ല. ഒരു ചെറിയ ബില്ല് പോലെ, റെസിപ്റ്റ് പോലെ ഒരു സംഭവം, ഇത്രയുള്ള സംഭവം സ്റ്റെനാലൈൻ്റെ. നമ്മളിവിടെ ജസ്റ്റ് കൗണ്ടറിൽ വരുന്നു, നമ്മുടെ പേരും ഡീറ്റെയിലും പറയുന്നു, ടിക്കറ്റ് അവർ തരും. ഇതാണ് ആ സാധനം. ഓൾമോസ്റ്റ് 8 hours ജേണിയാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് റൂം ബുക്ക് ചെയ്യണമെങ്കിൽ റൂം ബുക്ക് ചെയ്യാം, ഫെറിക്കകത്ത് റൂം ബുക്ക് ചെയ്യണമെങ്കിൽ റൂം ബുക്ക് ചെയ്യാം. അതുപോലെ ലോഞ്ച് ബുക്ക് ചെയ്യണമെങ്കിൽ ലോഞ്ച് ബുക്ക് ചെയ്യാം. എല്ലാ പരിപാടികളും ഷിപ്പ് പോലെ തന്നെ ഫുള്ള് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അതിന് സെപ്പറേറ്റ് ക്യാഷ് വരും. നമുക്ക് എന്ത് വേണേലും സെപ്പറേറ്റായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്തും ആഡ് ചെയ്യും. ഞങ്ങൾ ഇത് ഷിപ്പിൻ്റെ ഡെക്കിലോട്ട് പോവാണ്. ഇപ്പോൾ 7 റിസപ്ഷനിൽ കയറാണ്. 7th ഫ്ലോറിലാണ് റിസപ്ഷൻ വരുന്നത്. റിസപ്ഷനിൽ കയറി അവർ നമ്മളെ ലീഡ് ചെയ്യും ഏത് ഡെക്കിലേക്കാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഫെറിയുടെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. ഇതൊക്കെയാണ് ഈ ഡെക്കിലുള്ള സംഭവങ്ങൾ. വേണ്ട, ഈ ബോർഡിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പ്ലസ് ലോഞ്ച്, ലിവിങ് റൂം, മൂവി ലോഞ്ച്, കിഡ്സ് പ്ലേ ഏരിയ, ഗെയിമിങ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത്. എല്ലായിടത്തും ഓരോരോ ഏരിയാസാണ്. നേരത്തെ പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു ഡെക്കിൽ ഫുള്ളായിട്ടല്ല, ഒരു ഡെക്കിൽ ഓരോരോ സൈഡിൽ ഓരോരോ ഏരിയാസാണ്. ഇത് റെസ്റ്റോറൻറ്റ്, കഫേ, സ്മോക്കിംഗ് ഏരിയ, വെഹിക്കിൾ ഡെക്ക്, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ലോഞ്ചോ റൂമുകളോ ഒന്നും എടുത്തിട്ടില്ല. നമുക്കിവിടെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഈ 2 ഡെക്കുണ്ട്. ആ 2 ഡെക്കിൽ എവിടെ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. ഇവിടേക്ക് ഓരോരോ സംഭവങ്ങളുണ്ട്. റെസ്റ്റോറൻറ്റ്സ്, ഗെയിം സ്റ്റേഷൻസ്, കുട്ടികളുടെ ഗെയിം പരിപാടികൾ, അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. നമുക്ക് 2 ഡെക്ക് ഫുള്ള് ബാറ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ മൂവി തിയേറ്റേഴ്സ് എല്ലാം ഉണ്ട്. ഇവിടെ എവിടെ വേണേലും എക്സ്പ്ലോർ ചെയ്യാം. ഇത് കണ്ടാൽ നിങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇരിക്കാവുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം നമുക്ക് ഇരിക്കാം. ഇതെല്ലാം നമ്മുടെ ഒരു ഓർഡിനറി ടിക്കറ്റിൽ അലൗഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പുറത്തെ ഡിസ്പ്ലേയിൽ മൂവീസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീനിങ് ടൈമും അതനുസരിച്ചിട്ട് മൂവി ലോഞ്ചിനകത്ത് പ്ലേ ആവും. നമുക്ക് പക്ഷേ ഇവിടെ വന്നിരിക്കും, ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം. ആമിയുടെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലോട്ട് കയറ്റി വിട്ടേക്കാം. വേണ്ട, അവളതിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പം ഞാനിരിക്കുന്നത് ബാറിലാണ്. ബാറിൻ്റെ സീറ്റിങ്ങിലായിരിക്കുന്നത് ഫെറിയിൽ. നമ്മളിവിടെ സാധാരണ റേറ്റ് തന്നെയാണ് ആക്ച്വലി ഈ ബാർ മെനുവിനെല്ലാം. ബാർ മെനുവിൻ്റെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണെങ്കിൽ കൂടെ ഞാനിപ്പോൾ ഇത് അങ്ങനെ കാണിക്കുന്നതിനേക്കാളും ഇവിടെ ബാറിൻ്റെ വലിയ മെനു ഉണ്ട്. ആ ലിസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്ത് യൂട്യൂബിൽ എന്തായാലും കാണിക്കാം. സാധാരണ നമ്മൾ ബാറിൽ പോകുമ്പോൾ ഇവിടെ UK നമ്മൾ ഏത് ബാറിൽ പോയാലും ഒരു നോർമൽ റേറ്റ് മാത്രമേ ഉള്ളൂ, കത്തി വിലയൊന്നുമില്ല. ഇതാണ് ബാറിലെ സീറ്റിംഗ് ഏരിയ, ഇതാണ് ഓപ്പൺ ഡെക്ക് വരുന്നത്. ഇതെല്ലാം ടോപ്പ് സ്കൈ ഡെക്കിൽ നമുക്ക് കയറാം. ഞങ്ങൾ അവിടെ കയറിയായിരുന്നു. നൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അധികം പുറത്തോട്ട് ഇറങ്ങാത്തത്.
ഉള്ളിൽ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ക്ലോസ്ഡ്. ലക്ഷറി ബ്രാൻഡ്സ് ആയിട്ടുള്ള എല്ലാ ഡിയോർ, അർമാനി എക്സ്ചേഞ്ച്, പെക്കോ റബാനെ, എല്ലാത്തിൻ്റെയും പെർഫ്യൂംസ്, ട്രാവലിംഗ് കിറ്റ്സ് എല്ലാം കിട്ടും. അതുമാതിരി ലിക്കർ എല്ലാം ഉണ്ട് ഈ ഉള്ളിൽ. ഞങ്ങൾ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഇതാ ഷിപ്പിൻ്റെ ഡക്കിലാണ്, സൺ ഡക്കിലാണ് നിൽക്കുന്നത്. ഫെറിയുടെ സൺ ഡക്കിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതാണ് ടോപ്പ് സൈഡ്. ആമിയും എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സീ ലെവല്. ഇത് ഇതുവരെ എടുത്തിട്ടില്ല, ജസ്റ്റ് എടുക്കാൻ പോകണുള്ളൂ. ഞങ്ങൾ ഡക്കിൽ നിൽക്കുന്നു. ഞങ്ങൾ നൈറ്റാണ് എടുത്തത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഡക്കിലധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, നൈറ്റ് ആയതുകൊണ്ട് തന്നെ. പകലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പകലെടുത്ത് വരാം. ഞങ്ങൾ അയർലൻഡ് എത്തിയിട്ട് നമുക്ക് ആ ഒരു ഡേ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നൈറ്റ് ട്രാവലാണ് എടുത്തത്. 8 hours എങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഉള്ളിലെന്ന് ചിന്തിച്ചായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ. പക്ഷേ അത് വെറും ഇതാണ്. കാരണം നമുക്ക് അത്രയ്ക്ക് ടൈം പാസ്സാണ് ഇതിൻ്റെ ഉള്ളിൽ. മൂവി ലോഞ്ച്, ഒരുപാട് സംഭവങ്ങളുണ്ട്. റെസ്റ്റോറൻറ്റ്, മൂവി ലോഞ്ച്, ബാറ് എല്ലാം അടിച്ചു പൊളിച്ച് കിടക്കാം. അപ്പോൾ ഇത് ഫ്ലൈറ്റ് എടുക്കുന്നതിലും എന്തുകൊണ്ടും ടോപ്പായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇത്, ഫെറി എടുക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും വൺ ടൈം എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് ചീപ്പായിട്ടൊരു ഷിപ്പിൽ പോകാൻ കിട്ടുന്നൊരു ചാൻസാണ് ഈ ഫെറി എന്ന് പറയുന്നത്. അപ്പോൾ അതാരും പാഴാക്കരുത്, എന്തായാലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. കയറിയത് ടോപ്പാണ്, 10th ഇതിലായിരുന്നു, 10th ഫ്ലോറിൽ 10th ഡക്കിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ താഴോട്ട് ഇറക്കുന്നു. ഇവിടെ ഇരുമ്പ് സ്റ്റെയർസാണ്, ലിഫ്റ്റും ഉണ്ട്. പക്ഷെ മുകളിലത്തെ ടോപ്പിലോട്ട് ലിഫ്റ്റില്ല. അത് നമുക്കിവിടെ ഇങ്ങനെ കാണുമ്പോൾ അടിയിലെ റെസ്റ്റോറൻറ്റ്സ്, ബാർസ് എല്ലാം ഉണ്ട്. അപ്പം ഞാൻ കറക്റ്റ് വീണ്ടും ഡക്കിൽ വന്നേക്കാണ്. ഞാൻ ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പം ഇപ്പം കറക്റ്റായിട്ട് കാണിക്കാമെന്നുള്ള രീതിയിൽ വന്നതാ. സ്കൈയാണ് ആ കാണുന്നത്. ഞങ്ങൾ ഡക്കിലാണ്, ടോപ്പിലാണ് നിൽക്കുന്നത്. സൺ ഡക്ക് എന്ന് പറയും. ഇതാണ്ടേ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ള ആട്ടമുണ്ട് ഷിപ്പിന്. അപ്പോൾ നമ്മൾ സൺഡക്കിൻ്റെ ടോപ്പിൽ കൂടെ ഒന്ന് നടക്കാം, എന്നിട്ട് ഇവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും ആക്ച്വലി ഇത് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. പക്ക കടലിൽ കൂടെ നമ്മൾ പോകുന്നു. ഗുഡ് എക്സ്പീരിയൻസ് ആക്ച്വലി. വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കാറുകൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എടുത്ത കാറുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡാണിത്.